വർക്കല പുന്നമൂട് മാർക്കറ്റ് നവീകരണത്തിൽ നിന്ന് കിഫ്ബി മാറിയതിൽ ദുരൂഹതയെന്ന് BJP. വർക്കല നഗരസഭയുടെ അധീനതയിലുള്ള പുന്നമൂട് മാർക്കറ്റിന്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും നവീകരണത്തിൽ നിന്ന് കിഫ്ബി മാറിയതിൽ ദുരൂഹതയെന്ന് BJP ആരോപിച്ചു. സർക്കാരിന്റെയും MLAയുടെയും നഗരസഭാ ചെയർമാന്റെയും പിടിപ്പുകേട് കാരണമാണ് വർക്കലയുടെ സ്വപ്ന പദ്ധതി നഷ്ടമായതെന്നും BJP നേതാക്കൾ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു. മാർക്കറ്റ് നവീകരണവുമായി ബന്ധപ്പെട്ട് 4,23,00,000 രൂപ ഫണ്ട് അനുവദിച്ചിട്ട് ഏകദേശം 2 വർഷത്തിനകത്ത് ആവുന്നുണ്ട്. എന്നാൽ നാളിതുവരെ അവിടെ പണികൾ ആരംഭിക്കുന്നതിനോ അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോ യാതൊരു ശ്രമങ്ങളും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കിഫ്ബി നിർമ്മാണ പ്രവർത്തനത്തിൽ നിന്നും പിന്മാറുന്നതായിട്ടാണ് അറിയുന്നത്. അത് സർക്കാരിന്റെ വലിയൊരു വീഴ്ചയാണ്. അതേപോലെ തന്നെ MLAയുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു വീഴ്ചയാണ്. നഗരസഭയുടെ ഭാഗത്തു നിന്നും വലിയൊരു വീഴ്ചയായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. മുനിസിപ്പാലിറ്റി എപ്പോഴും ഇതൊരു ഹൈടെക് മാർക്കറ്റ് ആക്കാനുള്ള സംവിധാനത്തിൽ അവർ നല്ല ഇതുകളെല്ലാം കൊടുത്തു. അത് ഇത്രയും നല്ല രീതിയിൽ അവരെ വാർത്തകൾ എടുത്തിട്ട് തലവെട്ടി കളയുന്ന ഒരു വലിയ വിഷമമായ ഒരു കാര്യമാണ്. മാത്രമല്ല ആ അതിൻ്റെ പുന്നമൂട് മാർക്കറ്റിന്റെ വരുമാനം എന്ന് പറയുന്നത് ഏകദേശം 20-25 ലക്ഷം രൂപയോളം ടെൻഡർ പോയി. അതിൽ 18-22 ലക്ഷം രൂപയോളം നമുക്ക് മുനിസിപ്പാലിറ്റിക്ക് വരുമാനമുള്ള ആ ഫിഷ് മാർക്കറ്റിന്റെ മാത്രം വരുമാനമുള്ള ഒരു വർഷത്തിൽ നമുക്ക് 22 ലക്ഷം രൂപയുടെ വരുമാനം. ആ വരുമാനം പോലും എടുത്ത് അവിടെ ഒന്ന് വൃത്തിയാക്കാനായിട്ടുള്ള ഒരു സംവിധാനം പോലും ഈ മുനിസിപ്പാലിറ്റിക്ക് കഴിവുകെട്ട ഒരു രീതിയായി പോയി എന്നുള്ള സങ്കടാവസ്ഥ മാത്രമേ ഈ കൗൺസിലർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളൂ. ഫണ്ടിന്റെ ലഭ്യതക്കുറവ് കാരണം കിഫ്ബി പല പദ്ധതികളും ഉപേക്ഷിക്കുന്ന സാഹചര്യത്തിൽ നിസാര കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പദ്ധതിയിൽ നിന്ന് പിന്മാറിയത്. മാർക്കറ്റ് നവീകരണത്തിനായി കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് വേണ്ട ഉറപ്പുകൾ നൽകാൻ നഗരസഭാ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല. വ്യാപാരികൾ കോടതിയെ സമീപിച്ച് സ്റ്റേ നേടി. കരാറിൽ ഏർപ്പെട്ട് 10 മാസം കഴിഞ്ഞിട്ടും മാർക്കറ്റ് നിർമ്മാണ കരാറുകാരന് കൈമാറാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ല. ഈ കാരണത്താൽ കരാറുകാരൻ പിന്മാറിയതിൽ ദുരൂഹതയുണ്ടെന്നും കാലപ്പഴക്കം കാരണം നിലം പതിക്കാറായ പുന്നമൂട് മത്സ്യ മാർക്കറ്റിന്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും നവീകരണം എത്രയും വേഗം ആരംഭിക്കണമെന്നും അല്ലെങ്കിൽ പ്രതിഷേധ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും BJP നേതാക്കൾ അറിയിച്ചു. മത്സ്യ മാർക്കറ്റും അതിനോടനുബന്ധിച്ചുള്ള ഷോപ്പിംഗ് കോംപ്ലക്സും ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിച്ചു. അതിന്റെ 2022 അതിന്റെ ഭരണാനുമതി ലഭിക്കുകയും 2023 ഡിസംബർ മാസം അത് കോൺട്രാക്ട് ആവുകയും ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ ഈ 10 മാസത്തിനകത്ത് നഗരസഭ പേപ്പർ വർക്കുകൾ നീക്കി എന്നാണ് അവർ പറയുന്നത്. അതിനുശേഷം ഇത് ഇപ്പം അറിയാൻ കഴിഞ്ഞത് ഇത് ഡ്രോപ്പ് ചെയ്ത് ഈ കിഫ്ബി കരാറുകാരൻ ഇതിൽ നിന്ന് പിന്മാറിയതിന്റെ പുറമെ കിഫ്ബി ഈ ഫണ്ട് പദ്ധതി ഉപേക്ഷിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വർക്കലയുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു വർക്കലയുടെ വികസനത്തിൽ. കാരണം ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വളരെ പുരാതനമായിട്ടുള്ള കാലപ്പഴക്കമുള്ളതാണ്. അതിന് നവീകരിക്കേണ്ടത് അത്യാവശ്യതയുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ ഒരു അനിശ്ചിത അവസ്ഥയിലാണ് ഈ നവീകരണ പ്രവർത്തനം നടക്കുന്നത്, പോയിരിക്കുന്നത്, ഈ പദ്ധതി പോയിരിക്കുന്നത്. ഈ നമുക്കറിയാം തൃശ്ശൂർ, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ 3 നഗരങ്ങളിലും വർക്കലയ്ക്കുമാണ് 2018 ഈ കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷന് മുഖാന്തരം ഈ പണി തുടങ്ങാനായിട്ട് ഭരണാനുമതി ലഭിച്ചത്. അതിലെല്ലാം വർക്ക് ആരംഭിക്കുകയും നമ്മുടെ വർക്കലയിൽ മാത്രം ഈ വർക്ക് ആരംഭിക്കാത്ത ഒരു സ്റ്റേജാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് കാരണമായി പറയുന്നത് കരാറുകാരൻ പിന്മാറി എന്നാണ്. ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് വർക്കല പുന്നമൂട് ഷോപ്പിംഗ് കോംപ്ലക്സ്, അതിന്റെ മാർക്കറ്റ്. അപ്പൊ അത് ഈ പറഞ്ഞ 10 മാസം നിരവധി പ്രശ്നങ്ങൾ തരണം ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ ഇതിലെ ഉദ്യോഗസ്ഥർക്കും ലാഗിങ് വന്നിട്ടുണ്ട്, മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ലാഗിങ് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും റെയിൽവേയുടെ 30 മീറ്റർ അകലം മാത്രമുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന് റെയിൽവേയുടെ അനുമതി വാങ്ങണമെന്നുണ്ടായിരുന്നു. അതുപോലെ റോഡ് ഫണ്ട് ബോർഡ് അവരുടെ വികസന പ്രവർത്തനം, അവരുടെ റോഡ് അതിൽ വരാൻ ഇതോടൊപ്പം അവരുടെ കൺസൾട്ട് വേണമായിരുന്നു. അങ്ങനെ നിരവധി ഡിപ്പാർട്ട്മെന്റിന്റെ കൺസൾട്ട് ഒപ്പം നമ്മുടെ അവിടുത്തെ ആ ഷോപ്പിംഗ് കോംപ്ലക്സിലെ കച്ചവടക്കാർ അവരെ ഒരിക്കലും നോട്ടീസ് കൊടുത്തിട്ട് അവരിത് കുറച്ച് ലാഗ് ചെയ്തു. പക്ഷെ അവർക്ക് ഒരു ഉറപ്പ് നൽകാൻ നഗരസഭയുടെ ചെയർമാനോ ഭരണസഭയിലോ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ്. പുന്നമൂട് മാർക്കറ്റിന് എല്ലാവിധ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകളും BJP കൗൺസിലർമാർ ചെയ്തിരുന്നു. വർക്കലയുടെ ഒരു വികസനത്തിന് പോലും
BJP കൗൺസിലർമാർ പിന്നോക്കം നിന്നിട്ടില്ല. പക്ഷേ കൗൺസിലിൽ എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് ചെയ്തിട്ടും ഈ ഒരു ഡ്രീം പ്രോജക്റ്റ് ഇത്രയും കോടി രൂപ ചെയർമാന്റെയും ഉദ്യോഗസ്ഥരുടെയും വെള്ളപ്പോക്ക് നയമാണ് ഇത്രയും രൂപ നമുക്ക് നഷ്ടമായത്. ഇതിന് ഈ പ്രോജക്റ്റ് കൃത്യമായിട്ട് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം നമ്മുടെ നഗരസഭയ്ക്ക് ചെയർമാൻ അടക്കമുള്ളവർക്കുണ്ട്. ഈ ഇദ്ദേഹത്തിന്റെ ഈ വെള്ളപ്പോക്ക് നയം അവസാനിപ്പിച്ചാൽ മാത്രമേ വർക്കലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നേറ്റം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇതുപോലെ പാർലമെന്ററി പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ചെയർമാൻ ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഭരണസമിതി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ BJP ശക്തമായ പ്രതിഷേധ പരിപാടികളിലൂടെ തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യ ഘടകമായി വരുന്നു. പത്രസമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് PS ജോബിൻ, നഗരസഭാ കൗൺസിലർമാരായ R അനിൽകുമാർ, RV വിജി, ഉണ്ണികൃഷ്ണൻ, പ്രിയ ഗോപൻ, രാഗി തുടങ്ങിയവർ സംസാരിച്ചു. ബീക്കൺ ന്യൂസ്, വർക്കല.